ഞാനൊരു അന്യഗ്രഹ ജീവിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ലേഡിയാണ്. ഞാനൊരു ചെറിയ ആളോ കല്ലിലോ വിഗ്രഹത്തിലോ കിട്ടുന്ന ആളല്ല. ആഗോള ഭൂഗോള ഖഗോള സഞ്ചാരിയാണ്. അയ്യോ ഏലിയൻസ് എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണ എന്ന് നിങ്ങൾ വിളിക്കും. കൃഷ്ണൻ നമ്മൾ നിങ്ങളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ മറ്റൊരു അന്യഗ്രഹ ജീവിയാണ്. ഞാൻ പ്രേതത്തെ ചിന്തിച്ച് 5-6 പ്രേതം എന്റെ മുമ്പിലേക്ക് നാളെങ്കിലും യക്ഷിയുടെ മാത്രം നിങ്ങൾ ചോദിക്കാതെ ഭദ്രകാളിയെ കണ്ടിട്ടുണ്ടോന്ന് പറയട്ടെ. ഞാൻ ഭദ്രകാളിയെ കണ്ടതെന്ന് പറഞ്ഞാൽ ഓഫീസിൽ വെച്ചാ കണ്ടത്. എല്ലാം അറിയുന്ന ഒരാളുണ്ടെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചൊവ്വയിൽ എന്ത് സംഭവിക്കുന്നു, ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു, വ്യാഴത്തിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഒരാൾ ജനിച്ചിരിക്കുകയാണെങ്കിലോ എന്നാലോചിച്ച് നോക്കും. അതൊരു അത്ഭുതം തന്നെയല്ലേ. എന്തായാലും അത്തരത്തിലുള്ള ഒരു യോഗിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് ആൺ യോഗികളെ കണ്ടിട്ടുണ്ട്, പക്ഷേ സ്ത്രീ ഇതിനുവേണ്ടി മാത്രം ജനിച്ച ഒരാളാണ്. എന്തായാലും ഭയങ്കര അത്ഭുതമാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൽ ദൈവം കുടികൊള്ളുന്നു. ഒരു പ്രത്യേക എന്ന് പറയുന്ന പാമ്പാട്ടി സിദ്ധർ എന്ന് പറയുന്ന ആ സിദ്ധരുടെ ആത്മാവും പേര് ജീവിക്കുന്ന ഒരു മഹായോഗിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. കണ്ട ആ ചിരി കണ്ട, വിദൂരത്തിലോട്ട് നോക്ക്. ഇവിടെ വീടും കുടിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവരുടെ ലോകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ യോഗിയെ ഞാൻ ആദ്യമായിട്ട് കാണുമോ. അമ്മ, ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ. ഇതൊരു തേജസ്സുള്ള മുഖം കേട്ടാ. അമ്മയല്ലേ? അമ്മ തന്നെയാണ്. ഞാൻ അമ്മയാണ്. ആക്ച്വലി ലൈഫിലും അമ്മയാണ്. എല്ലാവരും അമ്മയാണ്. അമ്മ ഞാൻ ചോദിക്കട്ടെ, ഇത് സാധാരണയായിട്ട് കുട്ടികളും കുടുംബമായിട്ടൊക്കെ വീട്ടിൽ ഒതുങ്ങി കൂടുന്നതിന് പകരം ദാ വന്നിരിക്കുന്നത് കണ്ട യോഗിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇവിടെ. എന്തുവാ അത് നിയോഗമല്ലേ? ആണല്ലേ. ഇപ്പൊ നമ്മൾ ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒരു ജന്മത്തിൽ നമുക്ക് ഒരു പർപ്പസ് തരും നമുക്ക് ദൈവം. പ്രകൃതി തരുന്ന പർപ്പസ് ആണ്. അപ്പൊ നമ്മുടെ ആ പർപ്പസ് സെർവ് ചെയ്യാനാണ് എന്റെ ജന്മം. അമ്മ അതിനുവേണ്ടി സൃഷ്ടിച്ചേക്കുവാണ്. അത് എനിക്ക് മനസ്സിലായത് വളരെ ബാല്യത്തിൽ തന്നെ മനസ്സിലായി. കണ്ടോ, നല്ല സത്യം പറഞ്ഞ അമ്മയെ അതിനുവേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത്. അച്ഛനെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് തിരി. കണ്ടോ അമ്മ, ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാം ഉണ്ട്. അവരൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നല്ല ഞാൻ 27 വയസ്സിൽ എല്ലാം കട്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ഗുരുവിനെ അന്വേഷിച്ച് പോകുന്നത്. ഈ ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എപ്പോഴും അവസാനിപ്പിച്ചു? ബന്ധങ്ങൾ 27 വയസ്സിൽ രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴത്തേക്ക് അവസാനിപ്പിച്ചു. ഭാര്യ ഭർത്തൃ ബന്ധം വേണ്ട, ഇല്ലാതെയാണ് ഒളിച്ചോടി പോകുന്നത്. സത്യസായിബാബയുടെ പുട്ടപ്പുറത്തേക്ക് പോകുന്നത്. പിന്നെ അന്ന് ഞാൻ ചോദിക്കട്ടെ, അന്ന് എന്തായാലും പോകും അമ്മയ്ക്ക് ഒത്തിരി വഴക്കാണല്ലോ. വഴക്കല്ല, നല്ല ബ്യൂട്ടിഫുൾ ഒരു ക്യൂട്ട് ലേഡിയാണ്. അപ്പൊ ഞാൻ ആ ഓഫീസിൽ വരുമ്പോ തന്നെ KSCB ഓഫീസറല്ലേ, വരുമ്പോ തന്നെ കാണാൻ തന്നെ സുന്ദരിയല്ലേ. ഓ എന്താണ് അത്, ആ സൗന്ദര്യം മനസ്സില്ല. അന്ന് അതല്ല, ഫിസിക്കലി അതല്ല. അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ചപ്പം ഇപ്പോൾ അടി കണ്ടിട്ടുണ്ട് ഭർത്താവിന്റെ. പിന്നെ അന്നുവെച്ചാ പിന്നെ 26 വയസ്സ് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയാനായിട്ട് അങ്ങ് പെട്ടെന്ന് ദൈവമാകാനില്ല. പക്ഷെ ഒരു ഉൾവിളി എന്ന് വെച്ചാൽ ഞാൻ ബാല്യത്തിലെ തന്നെ എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. അതായത് MSc BEd MA ഫിലോസഫി ഒക്കെ എടുത്തിട്ട് ആരെങ്കിലും ഇപ്പൊ മോൻ തന്നെ പറഞ്ഞാൽ മതി. അല്ല അങ്ങനെയാണെങ്കിലും അല്ല, എല്ലാം ശാസ്ത്രജ്ഞന്മാരുടെ ISROയുടെ ചെയർമാനായിരുന്നു, MRR അമ്മാവന്, എല്ലാം ബാങ്ക് മാനേജർ. അങ്ങനല്ല, എനിക്ക് ഞാൻ പറയാം ബിലീഫാണ് നമ്മുടെ പ്രധാന ഘടകം. അമ്മ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രേക്ഷകർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. ഈ ഫോട്ടോയിലുള്ള ആളാണ് അമ്മയുടെ ശരീരത്തിലുള്ളത് അല്ലേ? ശരീരത്തിലല്ല, പാമ്പാട്ടി അല്ല, അദ്ദേഹത്തിന്റെ എനർജിയാണ് എനിക്ക് വരുന്നത്. അപ്പൊ ശരീരത്തിൽ പറയുമ്പോൾ നമ്മളൊരു തുള്ളക്കാരിയില്ല. ആക്ച്വലി ഞാനൊരു മനുഷ്യദൈവമല്ല, പക്ഷെ ഞാൻ റിയലൈസ്ഡ് സോളാണ്, എനർജി കോൺഷ്യസ്നെസ്. അപ്പം ഒന്നുകൂടെ വ്യക്തമാക്കി മലയാളികൾക്ക് മലയാളികളിച്ച് പറയുമ്പോൾ ഈ സിദ്ധരുടെ ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ അമ്മ വേറെ ഒരു ആളായിട്ട് മാറും. എന്ത് സംഭവിക്കുന്നത് അടക്കം അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രഹത്തിൽ അല്ല കുറെ കാര്യങ്ങൾ അറിയാം. 1980-85 കാലഘട്ടങ്ങളിലാണ് ഈ ഗുരു അച്ഛന്റെ ഗുരുവായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ഒരു ഗ്ലാമർ ലേഡിയായിട്ട് ദൂരദർശന, അതായത് KSCB 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് പുട്ടപ്പുറത്തേക്ക് പോകുന്നത്. സ്വാമിയെ കണ്ടു, സത്യസായി ബാബയെ കണ്ടു, അനുഗ്രഹം കിട്ടി. 2 കൊച്ചു കുട്ടികളുണ്ട്, അവരെ അനുഗ്രഹിച്ചു. പക്ഷെ അവിടെ എനിക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല. യു വിൽ ഫൈൻഡ് യുവർ മാസ്റ്റർ ഇൻ കേരള എന്ന് പറഞ്ഞു വിട്ടു സ്വാമി. ഞാൻ വരുമ്പോ ഇദ്ദേഹത്തിനെ കാണുക. ഇദ്ദേഹത്തിന് വേറെ രൂപമാണ്. അപ്പോഴേ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ രൂപമാണ് ഇത്. ഇദ്ദേഹം നിഷ്ഠയിലെ ഗ്യാൻഗഞ്ച് എന്നൊക്കെ പറയുന്നത് ശിവപ്രഭാകര സിദ്ധയോഗികൾ എന്ന് പറയും. തമിഴിൽ പാമ്പാട്ടി സിദ്ധർ എന്നാണ് ഇദ്ദേഹം തമിഴിൽ പറയുന്നത്. 18 സിദ്ധറുകളിൽ പ്രധാനപ്പെട്ട പഴനിയിലും ഒക്കെ വെച്ചിരിക്കുന്ന പാമ്പാട്ടി സിദ്ധർ. ചുരുക്കി പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് അമ്മ വേറൊരാളുടെ മാറും. രമാദേവി അല്ല അല്ലേ? ഇപ്പോഴും ഞാൻ രമാദേവി അല്ല, ഞാനൊരു അന്യഗ്രഹ ജീവിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ലേഡിയാണ്. അന്യഗ്രഹ ജീവിയായിട്ടോ? അത് ഇദ്ദേഹം ഈ ലോകത്തുള്ള ആളല്ല. സീരിയസ് സ്പീക്കിംഗ്, ഞാൻ ഇദ്ദേഹം 13 ശരീരങ്ങൾ എടുത്തിട്ട് ധർമ്മം പ്രചരിപ്പിക്കാനും ഈ പുനർജന്മത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് വന്നയാളാ. അമ്മ ഞാൻ ചോദിക്കട്ടെ, അമ്മ ഈ അന്യഗ്രഹ ജീവി എന്ന് പറയുന്നത് ചൊവ്വയിലുണ്ടാവും, അല്ലെങ്കിൽ വ്യാഴത്തിലുണ്ടാവും, ബുധൻ, ശുക്രൻ, അതിനെല്ലാം ഉണ്ടാവും. അപ്പൊ അവരോട്ട് അമ്മയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുരുങ്ങിയ ആലപ്പുഴ,
ഇല്ലേ രമാദേവി, ഇല്ലെങ്കിൽ ഇങ്ങനെയെന്ന് പറയുന്നതല്ല. വിസ്ത വലുതാകും, നമ്മുടെ ബോധം വലുതാകുക, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലേക്ക് വരിക. ഇപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനൊരു ചെറിയ ആളോ കല്ലിലോ വിഗ്രഹത്തിലോ കിട്ടുന്ന ആളല്ല, ആഗോള ഭൂഗോള ഖഗോള സഞ്ചാരിയാണ്. പിന്നെ നിനക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ഒരു യൂസർ കോഡ് തന്നിട്ടുണ്ട്, റിയലി സ്പീക്കിംഗ്. അപ്പൊ യൂസർ കോഡ് അടിക്കുമ്പോഴത്തേക്ക് ഇതേ കൂടി കയറും, അതാണ് സംഭവം. യൂസർ കോഡ് അദ്ദേഹം എനിക്ക് മാത്രമേ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള, ഈ ഭൂമിയിൽ ഇപ്പോൾ അത് നമ്മളിപ്പോ മലയാളത്തിൽ പറയാം, നമ്മൾ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ദീക്ഷ തരും. അമ്മ ഞാൻ ചോദിക്കുന്നത്, ഈ യൂസർ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമായി മാറും. യൂസർ കോഡ് അടിക്കേണ്ട, മനസ്സിൽ സ്മരിച്ചാൽ മതി. യൂസർ കോഡ് റിട്ടേൺ അല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ യോഗി ഉള്ളിലുണ്ടോ? അമ്മേ ഇത് പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ എന്താ പറയുന്ന ചാനൽ. എടേ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ഇന്ന ദിവസം വരുമെന്ന് എനിക്കറിയാം. നിങ്ങളെ എനിക്ക് കോണ്ടാക്ട് ചെയ്തെന്ന് ആരാന്നറിയോ? 4-5 ദിവസത്തേക്ക് മുമ്പ് നിങ്ങളുടെ ചാനലിൽ ഞാനങ്ങനെ ചാനലിലെല്ലാം കാണില്ല, പക്ഷെ ആഫ്റ്റർ ആൾ ഐ ആം ഇൻട്രസ്റ്റഡ് ടു സീ ദി ഇന്റർവ്യൂ ഓഫ് ദാറ്റ് ലെന, ദാറ്റ് ആർട്ടിസ്റ്റ്, ആ സെലിബ്രേറ്റ് ചെയ്ത് റിയലി സ്പീക്കിങ് ഷീസ് എ റിയലൈസ് റിസോള്. ഞാൻ അങ്ങനെ അപൂർവം എന്തെങ്കിലും കാണുമ്പോഴാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത്. മാസ്റ്റർ മൈൻഡോ, മാസ്റ്റർ ബ്രെയിനോ, വാട്ട് ഈസ് ദിസ്? ഇപ്പൊ ഞാനൊരു മാസ്റ്റർ ബ്രെയിൻ ആണല്ലോ. അങ്ങനെ 5 ദിവസത്തേക്ക് മുമ്പാണ് ഞാൻ എന്റെ കണ്ണിലേക്ക് ഗുരുവാണ് കാണിച്ചു തരുന്നത്. രാത്രിക്ക് ഇതെല്ലാം അറിയുന്നുണ്ട്, ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നുള്ള എനിക്കറിയാം. കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചാനൽ അല്ലെങ്കിൽ ചെറിയ കേരള, നമ്മൾ അങ്ങനെയല്ല, യൂണിവേഴ്സൽ മൈൻഡാണ്. നമ്മൾ ആ യൂണിവേഴ്സൽ മൈൻഡിലിരിക്കും ബ്രഹ്മാണ്ടം നമുക്കൊരു ചെറിയ വസ്തുവായിട്ട് നമ്മുടെ മനസ്സിൽ റിഫ്ലക്ട് ചെയ്യും. നമ്മളിപ്പോൾ ക്യാമറ ചെറുതാണ്, പക്ഷെ എത്ര വലുതായിട്ട് പ്രൊജക്ടർ ഉപയോഗിച്ചാൽ പറ്റും. അപ്പൊ ഞാൻ ആ ഹാർഡ്വെയർ ആണെന്നേ ഉള്ളൂ, സോഫ്റ്റ്വെയർ എന്റെ ഗുരുവാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് ഗുസ്തിക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കണം. ഒരു ഏത് ലോകത്ത് എന്ത് നടക്കുന്നത് റിഫ്ലക്ട് ചെയ്യിപ്പിക്കും നമ്മളെ. കാര്യം ഞാൻ അദ്ദേഹമായിട്ട് യൂണിയൻ വിത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ കുരുട്ട് ചോദ്യം ചോദിക്കാൻ പോവാ. ചൊവ്വയിലുള്ള കാര്യങ്ങളും മറ്റുള്ള ഗ്രഹത്തിലെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? ഏലിയൻസ് ഉണ്ടല്ലോ, അവരുടെ കമ്മ്യൂണിക്കേഷൻ. അയ്യോ, ഏലിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കൃഷ്ണ എന്ന് നിങ്ങൾ വിളിക്കുന്നു. കൃഷ്ണൻ ഇവിടെ പർട്ടിക്കുലർ കേരളത്തിൽ ഇരിക്കുകയാണോ അല്ലെ ഗുരുവായൂർ ഇരിക്കുകയാണോ? കൃഷ്ണൻ നമ്മൾ നിങ്ങളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ മറ്റൊരു അന്യഗ്രഹ ജീവി അല്ലേ? അദ്ദേഹം സമാധിയായി പോകുന്ന കണ്ടവരുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ലൈറ്റ് എനർജി ആഡ് ചെയ്തെല്ലാം നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ലേ സയൻസ് നമുക്ക് ഉപയോഗിക്കാം. ലൈറ്റ് എനർജിയാണ്, പ്രകാശമാണ് ദൈവങ്ങളെല്ലാം തന്നെ. അല്ല, അപ്പൊ അങ്ങനെയുള്ള കഴിവുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രേതഭൂതത്തെ കാണാൻ പറ്റൂടെ? കാണാൻ പറ്റും. ഞാനേ പ്രേതത്തിന്റെ തോട്ട് വേഴ്സ് നീ കൊണ്ടുവരരുത്. ഞാനിപ്പോ ഒരു ക്ലീൻ സ്ക്രീനാണ്. ഞാൻ പ്രേതത്തെ ചിന്തിച്ച് 5-6 പ്രേതം എന്റെ മുമ്പിലേക്ക് നാളെങ്കിലും വരും. ഇപ്പൊ തോട്ട് വേഴ്സ് ആണ് മക്കളെ ഇതെല്ലാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയന്നിട്ടില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു 1-2 ഇൻസിഡന്റ് ആദ്യം പ്രേതത്തിനെ തന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകളെ. എന്റെ മകന് ഈ ജ്യോതിഷമൊക്കെ നോക്കുന്നയാളാണ്. അപ്പൊ ഈ ചില പരിപാടികൾ ഈ കേരളത്തിലുണ്ട്. ഒരു ആൾ മരിച്ചു കഴിഞ്ഞോണ്ടേ അയാളെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കിട്ടിയോന്നൊക്കെ ചോദിക്കാൻ. അങ്ങനെ ഇവൻ എന്നെ ചില സ്ഥലത്തൊക്കെ, ഇപ്പോഴല്ല അവൻ്റെ മാരേജിന് മുമ്പ് കൂട്ടിക്കൊണ്ട് ഇപ്പം അവനൊറ്റയ്ക്ക് പോകണം. അപ്പോൾ പോകുമ്പം രാത്രിക്ക് ഞങ്ങൾ വരിക, പന്തളം ജംഗ്ഷനിൽ വന്നു, പന്തളത്തുനിന്ന് ഇങ്ങോട്ട് മാറി വന്നു. ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കുട്ടിയും കൂടി ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ വണ്ടി ഇടിക്കും, അവർ നടുക്ക് നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഇച്ചിരി ഇൻഡ്യൂഷൻ ഉള്ള ആളാണ്, കർമ്മി ജ്യോതിഷം. അവൻ പുറകോട്ട് പോയിട്ട് മടക്കടക്കാരനോട് ചോദിച്ചപ്പോൾ മടക്കട സാറേ അതിലേ തിരിഞ്ഞു പോകാൻ പറഞ്ഞു. തിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് അയാളെ എന്നോട് പറഞ്ഞു, അമ്മ അവിടെ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലം, ഒരു കുട്ടി ഒരു മനുഷ്യനും ഒരു അവർ ആക്സിഡന്റ് ഉണ്ടായിരിക്കാണ്. അപ്പം ഞങ്ങളിതൊന്നും അറിയുന്നില്ലല്ലോ. അർദ്ധരാത്രിക്ക് ഈ പ്രേതാവാഹനം പൂജകളും ഒക്കെ കഴിഞ്ഞിട്ട് വരികയല്ലേ, ആ സ്പോട്ടിൽ അതുണ്ട്. കണ്ടെന്ന് റിയലി സ്പീക്കിംഗ് എന്റെ സ്വന്തം കണ്ണിന് നഗ്നമായ ഒരു ചെറുപ്പക്കാരനും അയാളുടെ ഒരു സുന്ദരിയായ ഒരു ഭാര്യ പുറകെ കാണുന്നവർ. അല്ല, അവനും കണ്ടു. 12 മണി കഴിഞ്ഞല്ലേ അവരുടെ യാമല്ല. ഞാൻ ഒരു കാര്യം നമ്മൾ പറയാം, ഇപ്പൊ ഓഫീസ് ടൈം അല്ല, നീ പോകാൻ പറയും നമ്മളോട് ചിലടത്ത് ചെല്ലുമ്പോ. അതുപോലെ ഇതിനകത്ത് യാമങ്ങളുണ്ട്. പ്രേതങ്ങൾ എന്ന് പറയുന്നത് അവര് പ്രൊഹിബിറ്റഡ് ഏരിയ ചിലത്. അവരുടെ യാമത്തിൽ അവർക്ക് ഇറങ്ങി സഞ്ചരിക്കാം. പ്രേതം സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ പറയാം, ആക്ച്വലി ഈ കൊലപാതകം നടക്കുന്നതും തൂങ്ങിച്ചാകുന്നതും എവരിതിങ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ് പ്രേതം. അതായത് നമ്മളിപ്പോ ഒരു മരിക്കെടുത്ത് ചെന്നു, നമ്മൾ അങ്ങോട്ട് അടുത്ത് നിൽക്കും ക്യാമറയുടെ മുമ്പിലേക്കാണ്, ഇത് കൊണ്ടുവെക്കുക അതുകൊണ്ട് ആ മനുഷ്യൻ മുക്തനല്ല. അയാളുടെ ഏറ്റവും അടുത്ത ആളിലേക്ക് കയറി വരുമെന്നാണ് പറയുന്നത്. അമ്മ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യമല്ല, അതൊരു ദുരന്തമാണ് കണ്ടത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറെ ദിവസത്തേക്ക് അതിങ്ങനെ ബ്രെയിനിൽ നിൽക്കും. അമ്മയ്ക്ക് ഇതുപോലെ അച്ഛന്റെ അമ്മയുടെ ആത്മാക്കളോട് സംസാരിക്കാൻ പിന്നെ എന്റെ അമ്മയുടെ എന്റെ അച്ഛന്റെ ആത്മാവിനോട് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അമ്മ ഒരു വലിയ സംഭവമാണ് ശരിക്കും പറഞ്ഞല്ലേ? സംഭവമാണോ? പിന്നെ ഉറപ്പല്ലേ, കാര്യം എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ എടുക്കുന്ന ആൾക്കോ പോലും കിട്ടാത്ത അപൂർവ സിദ്ധിയാണ് അമ്മയ്ക്കുള്ളത്. അല്ല, അതിന്റെ കാര്യം പറഞ്ഞുതരാം. ഇതിനകത്തൊരു കോൺട്രാക്ട് ഉണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഈ ശക്തി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാനിപ്പോ എനിക്ക് കിട്ടിയത് പറയുമ്പോ മോന് ഫോളോ അപ്പ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട.
വിശ്വാസമാണ് ഏറ്റവും വലുത്. ഇപ്പൊ സംസാരിക്കുന്നത് രമാദേവിയാണോ സിദ്ധനാണോ എന്നോട് സംസാരിക്കുന്നത്? അത് പറയാൻ പറ്റുമോ? യു ക്യാൻ ട്രേസ് ഇറ്റ്. ഐ കുനോട്ട് റിവീൽ ദാറ്റ്. ഞാനിപ്പോൾ ഇത് പറയാൻ പാടില്ല. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പൊ അമ്മയുടെ സൗണ്ട് എല്ലാം മാറി, ഒരുപാട് വേരിയേഷൻ വന്നു. ശരി, എൻ്റെ വേരിയേഷൻ നീ വലിയ ക്യൂരിയസ്, നീ ഭയങ്കര ട്രിക്കിയാണ്. എന്നോട് ആൾക്കാർ പറയുന്നതെന്നറിയാം, ഞാൻ സൗമ്യമായ മുഖമല്ല സമയത്ത് എൻ്റെ കണ്ണൊക്കെ ജ്വലിക്കുന്നു. കണ്ണ് ജ്വലിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞത്. ശരി, ആക്ച്വലി സ്പീക്കിംഗ് മൈ ഗുരു ഈസ് വിത്ത് മീ. ഫോർ ബ്ലെസ്സിങ്സ് ടു ഗിവ് ബ്ലെസ്സിങ്സ് ഫോർ യു, ഫോർ ദി വേൾഡ്. അത് ഞാനൊരു നിങ്ങൾ പറയുന്ന പോലെ ഒരു ഉപാധിയാണ്. ഉണ്ടെന്നേ, നിങ്ങൾ എന്താ പറയുന്നത്? ഓരോ ജീവയ്ക്കും സൂക്ഷ്മ ശരീരങ്ങളുണ്ട്. രൂപം കണ്ടിട്ടുണ്ടോ? യക്ഷിയുടെ രൂപം ഒരു വൈറ്റ്, ഇങ്ങനെ ഒരു വൈറ്റ് പ്രകാശം ഇങ്ങനെ ഒരു മൂളലോടുകൂടി പലേന്ന് ഒരു പനയിലേക്ക് പോകുന്ന കണ്ടു ഞാൻ. പറക്കുവാണ്, ആകാശചാരിയല്ലേ. അപ്പൊ സ്വാമി അവിടെ വന്ന്, സ്വാമി എനിക്ക് ദീക്ഷ തരുന്ന സമയത്തല്ല, അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ചിങ്ങോലി വരും. അപ്പൊ ഞങ്ങൾക്ക് അന്ന് വീടായിട്ടില്ല, ബാത്റൂം ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഈ അമ്പലക്കുളം പേടിയാന്ന് വെച്ചാൽ വേറെ നിവൃത്തിയില്ല. അമ്പലക്കുളത്തിൽ വേണം തുണി കഴിയാനൊക്കെ ആൾക്കാർ പോയി കഴിയുമ്പോഴേ. ഇപ്പോഴല്ലേ വീടും ബാത്റൂമും ഒക്കെ നാട്ടിലേക്ക് വരുമ്പോ അദ്ദേഹം വിളിച്ചു വരുത്തല്ലേ ടൗണിൽ നിന്ന്. അപ്പൊ അവിടെ 11 മണി രാത്രിക്ക് ഞാൻ ചെന്ന് തുണി ഇലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു പേനാക്കത്തിൽ നിർത്തോണ്ട് കടവിൽ വന്നിരിക്കും. ഈ മഹായോഗിയും കിട്ടാപ്പള്ളി. അപ്പം ഞാൻ ചോദിക്കും, സ്വാമി എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന, പൊയ്ക്കോളാൻ പറയും. അപ്പം സ്വാമി അങ്ങോട്ട് നോക്കാൻ പറയും. അപ്പോൾ ഈ പനയുടെ മോളിൽ കൂടി ഇതിങ്ങനെ മൂളി പോറക്കുന്നതാണ്. എന്നിട്ട് ഈ പേനാക്കത്തിൽ നോക്കി പറഞ്ഞു, ഇനി മേലാ നീ രാത്രിയിൽ ഇവിടെ വരുന്നത്. മൂളലോടുകൂടിയാ പോയത്. യക്ഷിയുടെ മാത്രം നിങ്ങൾ ചോദിക്കാതെ ഭദ്രകാളിയെ കണ്ടിട്ടുണ്ടോന്ന് പറയട്ടെ. ഞാൻ ഞങ്ങളുടെ ക്ഷേത്രം റിയലി സ്പീക്കിംഗ് എനിക്കിപ്പോ യാതൊരു മോട്ടിവേഷനും ഇതില്ല. കാവിൽപ്പടിക്കൽ ഭദ്രകാളിയെ കണ്ടതെന്ന് പറഞ്ഞ ഓഫീസിൽ വെച്ചാ കണ്ടത്. പറയട്ടെ, രസകരമായിട്ടില്ലേ? അച്ഛൻ ആ ക്ഷേത്രത്തിന്റെ കാവിൽപ്പടി ക്ഷേത്രത്തിന്റെ മാനേജർ 50 വർഷം. അച്ഛൻ്റെ സഹോദരങ്ങളും അച്ഛനോട് കുടുംബം കേസാകുന്നതിൻ്റെ 2-4 ദിവസം കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അപ്പം ഞാൻ അവിടെ ഡിസ്പേഴ്സ്മെന്റിൽ ലക്ഷക്കണക്കിന് രൂപ ഡിസ്പേഴ്സ്മെന്റ് എന്നെ ഏൽപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ, അറിയാലോ. ഇപ്പോൾ ഒരു ബില്ല് മാറിക്കൊണ്ട് വരണം, അതിനൊരാൾ പോയിരിക്കാം. ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ അടിയിലൊക്കെ ഇതേമാതിരി കളറുള്ളതാണ്. അത് അന്നേരം ഞാൻ കാണുന്നില്ല. ഈ സാധാരണ ഒരു ലേഡിയെ കൂട്ട് ഒരു സെറ്റ് മുണ്ട് കൊടുത്തോണ്ട് ഒരു സ്ത്രീ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം, ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പൈസ കിട്ടുന്നില്ല, ഇപ്പം ബില്ല് മാറിക്കൊണ്ട് വരും, അയാൾ തരുവാണെങ്കിൽ ഞാൻ അന്നേരം അമ്മയ്ക്ക് തരാം, തന്നില്ലേ എടുത്ത് തരാമല്ലോ, നമുക്ക് കടം വാങ്ങിക്കാം, ഒരു സ്റ്റാഫിൻ്റെ എന്നല്ലേ. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞ് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഉണക്കച്ചോറാണ് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ആ ചോറിങ്ങിതാ, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കഴിക്കാനാന്ന് പറഞ്ഞു. അതും കൊടുത്തു. എന്നിട്ട് ഇത് പോയി കാണുമെന്ന് വിചാരിച്ചു. വീണ്ടും ഇത് വന്നു ബില്ല് മാറിക്കൊണ്ടുവന്നപ്പോൾ. അപ്പം ഞാനൊരു 20 നോട്ട് വന്ന സമയം ഒരു 5 നോട്ട് എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ എന്നെ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമെന്ന് വെച്ചാൽ അറിയില്ലമ്മ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5-ന്റെ നോട്ട് ഇങ്ങനെ ഇട്ട് തരിക എനിക്ക്. 5-ന്റെ അന്നത്തെ പടപടാന്നുള്ള നോട്ട്. വീട് പണി ഉണ്ടാവില്ലേ, നിനക്കിരിക്കട്ടെ, ഇനി ഞാൻ 12 കൊല്ലക്കാലം കോടതി വരാന്തയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച അമ്മയാരാ? ഞാൻ ആ പനയുടെ വടക്കേപ്പുറത്തെ വീട്ടിലാന്ന് പറയും. പനയുടെ വടക്കേപ്പുറത്ത് ഞങ്ങളുടെ ദേവീക്ഷേത്രമാണ്. 12 വർഷം അച്ഛനും ഇവരുമായിട്ട് കോടതി കേസ് പറഞ്ഞു. അച്ഛന്റെ ആളുകളുമായിട്ട് ഭദ്രകാളി, ഞാൻ കോടതി വരാന്തയിലായിരിക്കും, നീ എന്നെ നോക്കിക്കൊണ്ടേന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 12 വർഷം കേസ് പറഞ്ഞു. അങ്ങനെ ഭദ്രകാളിയും കണ്ടു, പിന്നെ മറ്റേ പ്രേതത്തെയും കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള അപൂർവ സിദ്ധി അമ്മയ്ക്കുണ്ട്. സിദ്ധി എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വരദാനം. അപ്പൊ ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് ചുരുക്കി പറയാം. നമുക്ക് ഓമൻ എന്ന് പറയുന്നുണ്ടല്ലോ, നിമിത്തം, അതെല്ലാം അറിയാൻ പറ്റും. ആ ഓമൻ നമുക്ക് ഞാൻ പക്ഷികളും മൃഗങ്ങളും എന്നോട് സംസാരിക്കും. ഇപ്പൊ നമ്മള് കണ്ടമാനം കാക്കകൾ ആവശ്യമില്ലാതെ ചിലക്കുമ്പോൾ നമുക്കറിയാം ഒരു അടിപിടിയോ ഒരു വഴക്കോ എവിടെയോ നടക്കും, കൃത്യമായിട്ട് അറിയാൻ പറ്റും. എനിക്കല്ല, ഈ വഴിക്ക് വരുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും അമ്മ എനർജിയാണ്. ഒരു പുതിയ ഒരു അവതാര ലക്ഷ്യം അമ്മയ്ക്കുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ബോധം എന്ന് പറയുന്ന ഇവിടെ തന്നെ കാണും, ഓരോരുത്തർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അമ്മ ഇവിടെ തന്നെ കാണും. ഞാന് അത് നീ ചോദിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിട്ടി എന്ന് കിട്ടും, അതൊന്നും ചോദിക്കാൻ പാടില്ല. 3ാമത്തെ മോൾക്ക് എൻട്രൻസ് കിട്ടുമോ? ഞാൻ പൊതുവായ വ്യക്തിത്വം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെറിയ കാര്യങ്ങളോടൊന്നും അമ്മയെ സമീപിക്കരുത്. വേണ്ട, പൊതുവായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏറ്റവും വലിയ ദാരിദ്ര്യം. വലിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ രമാദേവി അമ്മയെ സമീപിക്കുക. ഞാൻ പറയാം, ചിട്ടി അടിക്കുന്ന എന്നാണ് എൻട്രൻസ് കിട്ടാൻ ഞാൻ ഇതും പറഞ്ഞ് കുറച്ച് രൂപ മുടക്കിക്കൊണ്ട് വന്ന് എനിക്ക് എന്റെ തപസ് വിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എനിക്ക് കോടികൾ അവിടെ സമ്പാദിക്കാൻ. പക്ഷേ ഐ വിൽ ഹെൽപ്പ്. എങ്ങനെ ഹെൽപ്പ് ചെയ്യും? നിങ്ങൾക്കിപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എനിക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടോത്രവും മന്ത്രവാദവും വഴിപാടും ഒന്നും വേണ്ട. എനിക്ക് നിങ്ങളുടെ സമ്പർക്കവും സാന്നിധ്യമാണ്. അടുത്ത് വന്ന് മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും, നിങ്ങളെ കൊണ്ട് തന്നെ തിരുത്തിക്കാം. ശരി. അപ്പൊ എന്തായാലും ഓരോരുത്തർക്കും ഓരോ ജന്മ ഉദ്ദേശം ഉണ്ടല്ലേ. അപ്പൊ അവര് ദൈവം നിയോഗിച്ചേക്കുന്നത് ആ ജന്മ ഉദ്ദേശം നടപ്പിലാക്കുക മാത്രമാണ്. രമാദേവി അമ്മ ഇവിടെ തന്നെ കാണും. മറ്റേ ചെറിയ ചെറിയ വിഷയങ്ങളോട് മാത്രം വരരുതെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ചിട്ടി പൊട്ടുവോ കയ്യും കാലും വളരുമെന്നും അമ്മ പറയത്തില്ല. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി
മറ്റൊരു കിടിലൻ സംഭവം വീണ്ടും ഞാനെത്തും. അതുവരേക്കും